ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1 +2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1 +2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1 +2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1 +2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് അല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. ഗുഡ് ഈവനിങ് ടു ഓൾ. സ്പാർക്ക് ബോധിയുടെ യൂട്യൂബ് ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഫിസിക്സിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷനാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ് ഇവിടെ. ഈ ചാപ്റ്ററിൽ ഒത്തിരി ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കോർത്തിണക്കി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ലൈവ് സെക്ഷനാണ് ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ സെക്ഷൻ വളരെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് കണ്ടന്റ് ഇലക്ട്രിക് ചാർജസ്. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ? എല്ലാ ബോഡീസിലും കാണപ്പെടുന്ന ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ. മെയിൻലി ദർ ആർ 2 ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആർ ദർ, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ആ ബോഡി ഒന്നുകിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ലൂസ് ചെയ്യണം. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ കാരണം ഒരു ബോഡിക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം അല്ലേ, എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എന്ത് പറയാം, ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ 2 ചാർജസ് ഏതൊക്കെയാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ദെൻ ലൈറ്റ് ചാർജസ്. ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, ലൈറ്റ് ചാർജസ് ആർ റിപ്പിൾ ടു ഈച്ച് അതർ. അൺലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ടു ഈച്ച് അതർ അല്ലേ. ലൈറ്റ് ചാർജസ് പരസ്പരം റിപ്പിൾ ചെയ്യുന്നു, അൺലൈറ്റ് ചാർജസ് ആണെങ്കിലോ അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്ന ചാർജസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ദെൻ മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് 3 മെത്തേഡ്സ് ആണ് ചാർജിങ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലേ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ദെൻ ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ 3 മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ദെൻ ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ദെൻ ഇൻഡക്ഷൻ. എന്താണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും 2 അൺചാർജ്ഡ് ആയിട്ടുള്ള ബോഡീസ് പരസ്പരം എന്ത് ചെയ്യണം, റബ്ബ് ചെയ്യണം അല്ലേ. ഇങ്ങനെ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഇവ ചാർജുള്ള ബോഡീസ് ആക്കി മാറും. ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറയും. ക്ലിയർ ആണോ? എന്താണ് ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ വെച്ച് എന്തുവാ, 2 അൺചാർജ്ഡ് ബോഡീസ് ദേ ആർ റബ് ടു ഈച്ച് അതർ. പരസ്പരം എന്ത് ചെയ്യണം, റബ്ബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ചാർജുള്ള ബോഡി ആയിട്ട് മാറും അല്ലേ. അതിനെ എന്ത് വിളിക്കാം, നമുക്ക് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ വെച്ചാൽ എന്തുവാ, ചാർജിങ് ബൈ കണ്ടക്ഷൻ നോക്കിക്കേ. ഇപ്പോൾ ഒരു ചാർജുള്ള ബോഡി ഇവിടെ നോക്കിയോ, വർക്കാവുന്നില്ല. ഓക്കെ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചാർജുള്ള ബോഡി, അവയ്ക്ക് ഫുൾ ഓഫ് പോസിറ്റീവ് ചാർജ് കരുതിക്കും. ഈ ചാർജുള്ള ബോഡി അടുത്തേക്ക് നമ്മളൊരു അൺചാർജ്ഡ് ബോഡിയെ എന്ത് ചെയ്യണം, കൊണ്ടുവയ്ക്കണം. ചാർജുള്ള ബോഡി അടുത്തേക്ക് എന്ത് ചെയ്യണം, ഒരു അൺചാർജ്ഡ് ബോഡി കൊണ്ടുവയ്ക്കണം. ദേ ആർ ടച്ച് വിത്ത് ഈച്ച് അതർ. പരസ്പരം എന്ത് ചെയ്യുക, ടച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവും. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ? ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ്
അനദർ ബോഡി ഈസ് കോൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇപ്പോൾ ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോണ് ട്രാൻസ്ഫർ ആകും. ദേ ആർ ടച്ച് ഇൻ കോൺടാക്ട് ഈച്ച് അതർ. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു ചാർജുള്ള ബോഡിയും അൺചാർജ്ഡ് ആയ ബോഡിയും എന്ത് ചെയ്യും? ദേ ആർ കെപ്റ്റ് സം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ചേർന്നിരിക്കുന്നില്ല, അവർക്കിടയിൽ എന്തുണ്ടാവും? കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിയർ എൻഡ്, ആ ചാർജ് ഇല്ലാത്ത ബോഡിയുടെ നിയർ എൻഡിൽ ചാർജുള്ള ബോഡിയുടെ ഓപ്പോസിറ്റ് ചാർജും ഫാർ എൻഡിൽ സെയിം ചാർജുമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ നിയർ എൻഡ് അല്ലെങ്കിൽ നെയ്ബർ എൻഡിൽ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജും ഫാർ എൻഡിൽ സെയിം ചാർജുമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്ത് വിളിക്കുക? അതിനെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ 3 മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡ് ഇതാണ്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. രണ്ടാമത്തെ മെത്തേഡ് ഇതാണ്, ചാർജിങ് ബൈ ദെൻ കണ്ടക്ഷൻ. മൂന്നാമത്തെ മെത്തേഡ് ഇതാണ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇത്രയും ക്ലിയർ ആണോ? ഈ പറഞ്ഞ 3 മെത്തേഡും മെത്തേഡ് ഓഫ് ചാർജിങ് 3 മെത്തേഡും ക്ലിയർ ആണോ നിങ്ങൾക്ക്? yes. Okay. അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. വാട്ട് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഡിസംബറിലെ എക്സാമിന് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? 3 പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഉള്ളത്. അത് വൃത്തിക്ക് എന്ത് ചെയ്യുക? നല്ല രീതിക്ക് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. എന്താണ്? വാട്ട്സ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. എന്താണ് ഈ അഡിറ്റിവിറ്റി എന്ന് വെച്ചാൽ? ചാർജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജസിനെ ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡിനൊക്കെ വിളിക്കാം അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയും. അപ്പം ഈ ഒരു സർഫസിലാണെങ്കിൽ കുറേ ചാർജസ് ഉണ്ട്. Q1, then Q2 and Q3 എക്സെട്ര അപ് ടു Qn. ഒരുപാട് ചാർജസ് ഉണ്ടല്ലേ? Q1, Q2, Q3 എക്സെട്ര അപ് ടു Qn. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ് Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര Qn. ഒരു കണ്ടക്ടേഴ്സിനകത്ത് ഒത്തിരി ചാർജസ് ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടക്ടറിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ചാർജസ് ആയിരിക്കും. ദാറ്റ് ഈസ് Q is equal to Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര Q1. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കോണ്ടൻസേഷൻസ് ഓഫ് ചാർജ്. എന്താണ് കോണ്ടൻസേഷൻസ് ഓഫ് ചാർജ്? അപ്പോൾ ഒരു കോണ്ടൻസേഷൻസ് ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. അപ്പോൾ എന്താണ് കോണ്ടൻസേഷൻസ് ചാർജ്? എന്താ പറയുന്നത്? ഒരു കണ്ടക്ടിങ് ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ദാറ്റ് ഈസ് n is an integer. n ഇവിടെ എന്താണ്? n എന്ന് പറഞ്ഞ ഇന്റിജർ ആണ്. Then E എന്താണ്? E is charge of electron. What's the value of charge of electron? Charge of electron is 1.6 into 10 raised to minus 19 coulombs. എന്താണ്? 1.6 into 10 raised to minus 19 coulombs. Then മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് the third property is that is conservations of charge. എന്താണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി? കൺസർവേഷൻസ് ഓഫ് ചാർജ്. ഇപ്പോൾ കൺസർവേഷൻ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. കൺസേർവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻസ് എനർജി പഠിക്കാറുണ്ട് അല്ലേ? എന്താണ് എനർജി? എനർജി കെൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. വൺ ഫോം ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു അനദർ ഫോം. അതുപോലെ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഇവിടെ ചാർജസിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ എന്ത് പറയാം? ചാർജ് കെൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇസ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ.
അപ്പോൾ ഒരു ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ബോഡിയിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ചാർജ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. എപ്പോഴും എന്തായിരിക്കും അവിടെ, കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കൺസർവേഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ എന്താണ് തേർഡ് പ്രോപ്പർട്ടി, കൺസർവേഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി ഏതാണ്? അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. രണ്ടാമത്തെ ഏതാണ്? കോണ്ടൻസേഷൻസ് ഓഫ് ചാർജ്. മൂന്നാമത്തെ ഏതാണ്ട്? ദാറ്റ് ഈസ് കൺസർവേഷൻസ് ഓഫ് ചാർജ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് ക്ലിയർ ആണ് നമുക്ക്? വേഗം കമന്റ് ചെയ്ത് ഈ 3 പ്രോപ്പർട്ടീസ് മനസ്സിലായോ? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്ലിയർ ആണോ? ക്ലിയർ ആണത്? ഓക്കെ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തേ. എന്താണ്? ഓക്കെ 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 സ്നേഹ, ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? That is SI unit of electric charge is coulomb അല്ലേ? C, right, very good. Coulomb. Okay. അശ്വതി, then പുണ്യ, സ്നേഹ, ഓക്കെ, കൂളംസ്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ SI യൂണിറ്റ്, കുറേ ടേംസ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? SI യൂണിറ്റ്, ഇലക്ട്രിക് ഫീൽഡ് SI യൂണിറ്റ് എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ വേഗം. ഇലക്ട്രിക് ഫീൽഡിന്റെ SI യൂണിറ്റ് ഇതാണ് ഫോർമുല. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F/Q, ഫോഴ്സ് ബൈ ചാർജ്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫോഴ്സ്. എന്താണ് ഫോഴ്സ്? ഈസ് വേഗം ഫോഴ്സ് ഈസ് ന്യൂട്ടൺ, റൈറ്റ്? ന്യൂട്ടൺ പെർ ചാർജിന്റെ കൂളംസ്. അപ്പം ന്യൂട്ടൺ പെർ കൂളംസ് എഴുതാം അല്ലേ? ഓക്കെ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വാട്ട്? ന്യൂട്ടൺ പെർ കൂളംസ് എഴുതാം. അല്ലെങ്കിൽ മറ്റൊരു ഫോർമുലയുണ്ട് ഇലക്ട്രിക് ഫീൽഡിന്. ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു V/D, പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ V/D, പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് അല്ലേ? നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. E ഈക്വൽ ടു V/D, പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് എന്നാണ്. പൊട്ടൻഷ്യൽ SI യൂണിറ്റ് ദാറ്റ് ഈസ് വോൾട്ട് അല്ലേ? വോൾട്ട് ദാറ്റ് ഈസ് വോൾട്ട് പെർ ഡിസ്റ്റൻസിന്റെ എന്താണ്? മീറ്റർ, വോൾട്ട് പെർ മീറ്റർ. അപ്പൊ രണ്ട് യൂണിറ്റ് അല്ലേ? ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ന്യൂട്ടൺ പെർ കൂളംസ് ഉണ്ട്, അതുപോലെ എന്താണ്? ന്യൂട്ടൺ പെർ കൂളംസ്, അതുപോലെ വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, ഫോഴ്സ് ആണ് MA. ഓക്കെ, ഫോഴ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ഫോഴ്സിന്റെ ഇക്വേഷൻ F = MA ആണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, 2 യൂണിറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ന്യൂട്ടൺ പെർ കൂളംസും, രണ്ടാമത്തെ ഏതാണ്? വോൾട്ട് പെർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ടേമാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ എന്താണ് ഡൈപോൾ മൊമെന്റ്? SI യൂണിറ്റ് P ഈക്വൽ ടു ഫോർട്ട് എന്താണ്? P ഈക്വൽ ടു 2A ഇൻറ്റു Q, ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ്. ഡൈപോൾ മൊമെന്റ് ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ്. ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസിന് മീറ്റർ. അതുപോലെ തന്നെ ചാർജിന് എന്താണ്? ചാർജിന് കൂളംസ്. സോ കൂളോമീറ്റർ. SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് എന്താണ്? കൂളോമീറ്റർ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ടേമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ദാറ്റ് ഈസ് phi ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ES cos theta. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ES cos theta. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? വേഗം കമന്റ് ചെയ്തേ. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ ന്യൂട്ടൺ കൂളംസ്. ഓക്കെ, ഒന്ന് വേഗം കമന്റ് ചെയ്തേ. നമ്മളിപ്പം പഠിച്ചായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? വോൾട്ട് പെർ മീറ്റർ കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ വോൾട്ട് പെർ മീറ്റർ
per meter, that is volt per meter. ഇതിൻ്റെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ. ഓക്കെ 2AQ. ഓക്കെ, വോൾട്ട് പെർ മീറ്റർ ദെൻ ഇൻറ്റു എസ് എന്താണ് ഇവിടുത്തെ എസ് എന്താണ്? സർഫസ് ഏരിയ അല്ലേ, ഏരിയ ആണ്. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ എന്നാണ്. മീറ്റർ സ്ക്വയർ. ഇവിടുത്തെ മീറ്ററും കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്താണ്? വോൾട്ട് മീറ്റർ. ഏതിൻ്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫ്ലക്സ്. ഒരിക്കലും പറയാം, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഏതാണ്? ഇലക്ട്രിക് ചാർജ് ഈസ് കൂളംസ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഏതാണ്? 2 യൂണിറ്റ് പറയാം. ന്യൂട്ടൺ പെർ കൂളംസ് പറയാം. അതുപോലെ വോൾട്ട് പെർ മീറ്റർ പറയാം. ദെൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണെങ്കിൽ കൂളംസ് മീറ്റർ. ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ വോൾട്ട് പെർ മീറ്റർ അല്ലേ, വോൾട്ട് മീറ്റർ അല്ലേ, വോൾട്ട് മീറ്റർ. ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ, ഗുഡ്. വോൾട്ട് മീറ്റർ. ഓക്കെ, അശ്വതി, സ്നേഹ, ഗുഡ്. വോൾട്ട് മീറ്റർ. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ സെറ്റ് ആണോ ഇത്രയും? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംസ്. ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംസ്? എത്ര ഇലക്ട്രോൺ ആണെന്ന് കണ്ടുപിടിക്കണം, നമ്പർ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം ഇവിടെ? കോണ്ടൻസേഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓർത്ത് വെച്ചേക്കുക, ഈ കോണ്ടൻസേഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഒന്നുകിൽ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ വാല്യൂ ചോദിക്കാം. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കോണ്ടൻസേഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജിന് ചോദിക്കും. അപ്പോൾ അതങ്ങ് ഓർമ്മിച്ച് വെച്ചു. ഡാഷ് ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംസ് എന്നാണ് ഇക്വേഷൻ. കോണ്ടൻസേഷൻസ് ഇലക്ട്രിക് ചാർജ് അനുസരിച്ച് ഇക്വേഷൻ പറഞ്ഞേ. Q is equal to N into E. Q equal to NE അല്ലേ, കോണ്ടൻസേഷൻസ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, കോണ്ടൻസേഷൻസ് ഇലക്ട്രിക് ചാർജ് എന്താണ്? Q equal to N into E. ദെൻ ഇവിടെ കണ്ടുപിടിക്കാനുള്ള നമ്പറാണ്, N ആണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാതെ. ഇക്വേഷൻ പറഞ്ഞ് N equal to Q by E. N equal to Q by E അല്ലേ. Q ചാർജ് ആണ്, ദെൻ E ചാർജ് ഓഫ് 1 ഫ്രീ ഇലക്ട്രോൺ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇങ്ങനെ പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എന്താണ്? ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംസ് എന്ന് വെച്ചാൽ ചാർജ് തന്നിട്ടുണ്ട്. Q equal to 1 കൂളംസ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? 1 by Q equal to ഓക്കെ, ഗുഡ്. 1 by ഈ ഇടവേള ഈ എത്രയാണ്? 1.6 into 10 raised to minus 19. ഒന്ന് ഡിവൈഡ് ചെയ്ത് ആൻസർ പറഞ്ഞേ, വേഗം കമന്റ് ചെയ്ത്. 1 by 1.6 into 10 raised to minus 19. Okay, charge is 1. ഒന്ന് ഡിവൈഡ് ചെയ്ത് ആൻസർ പറഞ്ഞേ. 1 by 1.6 into 10 raised to minus 19. Okay, N equal to Q by E. Then okay, വേഗം കമന്റ് ചെയ്തേ. വെരി ഗുഡ്. 6.25 ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ 6.25 ഇൻറ്റു 10 raised to 20 ആണോ? അശ്വതി ഒന്ന് ചെക്ക് ചെയ്തേ. 10 raised to 6.25 into 10 raised to okay 10 raised to 18 അല്ലേ. 18 6.25 into 10 raised to 18. അപ്പോൾ ഇങ്ങനെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളംസ്. ആൻസർ എന്താണ്? 6.25 into 10 raised to 18. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Electric charge is a dash quantity. Electric charge. Okay, Snega 10 power 18, right? Okay, clear. Okay, next question നോക്കിയോ. Electric charge. Electric charge is a dash quantity. Electric charge എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ഓർ വെക്റ്റർ? വേഗം കമന്റ് ചെയ്തേ. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ അതോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഇലക്ട്രിക് ചാർജ് is സ്കെയിലാർ ഓർ വെക്റ്റർ? ഇലക്ട്രിക് ചാർജ് is a സ്കെയിലാർ ഓർ വെക്റ്റർ? വെരി ഗുഡ്. ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്? എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ കുറേ ക്വാണ്ടിറ്റീസ് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ? ഓക്കെ, സ്കെയിലാർ. ഓക്കെ പുണ്യ. ഇലക്ട്രിക് ഫീൽഡ് എന്ന ക്വാണ്ടിറ്റി സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ okay, Anju, scalar quantity, good. It is a scalar quantity, right? Electric field ആണെങ്കിലോ? Electric field is a എന്ന് പറഞ്ഞേ. Electric field എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. It is a vector quantity. It is a vector quantity. എന്ന് വെച്ചാൽ എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. It is a vector quantity. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദി ചാർജ്. എന്നാണ്ട് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ചാർജ്. ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേഴ്സ് ദി ചാർജ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഓർമ്മിച്ച് വെച്ചേ. ഓക്കെ അഞ്ജു. ഓക്കെ ശ്രുതി. ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെ ഡയറക്ഷൻ പറയണല്ലോ. വെക്റ്റർ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും? അതിന് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. എവിടെ നിന്നാണ് ഡയറക്ഷൻ? ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇസ് എവേ ഫ്രം ദി ചാർജ് അല്ലേ? ഡയറക്ഷൻ എവേ ഫ്രം ദി ചാർജ്. നെഗറ്റീവ് ആണെങ്കിലോ ടുവേഴ്സ് ദി ചാർജ്. ക്ലിയർ? സ്നേഹ ഇത് 10⁻⁻20 10⁻18 ആണ് കേട്ടോ. 1/10⁻19 മുകളിൽ ചെല്ലുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. 10⁻18 വരും. 6.25 ഇൻറ്റു 10⁻18. ദെൻ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന ക്വാണ്ടിറ്റി പി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ? പി ഈസ് എ സ്കെയിലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഏത് ക്വാണ്ടിറ്റി ആണ്? വേഗം കമന്റ് ചെയ്തേ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ സ്കെയിലാർ ആണോ? ഇറ്റ് ഈസ് എ വെക്റ്റർ. ഇറ്റ് ഈസ് ഓൾസോ എ വെക്റ്റർ. ഓക്കെ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ വെക്റ്റർ. അല്ല നോക്കിക്കേ, ഡൈപോൾ മൊമെന്റ് വെക്റ്റർ ആണ് കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഏത് ക്വാണ്ടിറ്റി ആണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചോ കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ചാർജ് ആണെങ്കിൽ സ്കെയിലാർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതൊരു വെക്റ്റർ ആണ്. വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ പറയാം അല്ലേ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എവേ ഫ്രം ദി ചാർജ്, നെഗറ്റീവ് ആണെങ്കിൽ ടുവേഴ്സ് ദ ചാർജ്. ദെൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് വെക്റ്റർ ആണ്. അതിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടാ? ഓക്കെ, ഇറ്റ് ഇസ് എ വെക്റ്റർ. ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. വാട്ട്സ് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് ഏത് ക്വാണ്ടിറ്റി ആണ്? ഇലക്ട്രിക് ഫ്ലക്സ് സ്കെയിലാർ ആണോ വെക്റ്റർ ആണോ? ഈസ് എ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈസ് എ സ്കെയിലാർ വൺ, റൈറ്റ്? ഇറ്റ് ഇസ് എ സ്കെയിലാർ. അപ്പോൾ ഈ 4 പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് വെക്റ്റർ ആണ്, സ്കെയിലാർ ആണ്. ഡൈപോൾ മൊമെന്റ് വെക്റ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണ്. ദെൻ ഇലക്ട്രിക് ചാർജ് എന്താണ്? സ്കെയിലാർ ആണ്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് ഫ്ലക്സ് സ്കെയിലാർ ആയിട്ട് മാറി? നമ്മുടെ ഇക്വേഷൻ എഴുതുന്നുണ്ട്. φ ഈസ് ഈക്വൽ ടു ES cos θ അല്ലെ? ES cos θ അല്ലെങ്കിൽ E ഡോട്ട് എസ് എന്ന് എഴുതാം. φ ഈക്വൽ ടു വെക്റ്റർ E ഡോട്ട് വെക്റ്റർ എസ് എന്ന് എഴുതാൻ പറ്റും അല്ലെ? ഡോട്ട് പ്രോഡക്റ്റ് മറ്റൊരു പേരാണ് സ്കെയിലാർ പ്രോഡക്റ്റ്. സോ φ ഈസ് എ സ്കെയിലാർ വൺ. φ എന്താണ്? φ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ സോ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കൂളംസ് ലോ. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കൂളംസ് ലോ.
സോ കഴിഞ്ഞ പരീക്ഷയ്ക്കും കൂളംസ് ലോയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കൂളംസ് ലോ? എല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു ഡെഫിനിഷനാണ് കൂളംസ് ലോയുടെ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് കൂളംസ് ലോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂളംസ് ലോ ഡെഫിനിഷൻ ഒക്കെ എന്ത് ചെയ്യാം, ഇക്വേഷൻ ഒന്ന് പഠിക്കാം. ആദ്യമൊക്കെ ഇക്വേഷൻ അങ്ങ് എഴുതാം. അപ്പം കൂളംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 ചാർജസ്. ഇപ്പം ഞാൻ വരയ്ക്കാം. Q1 എന്നുള്ളൊരു ചാർജ്, Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ്. ഈ 2 ചാർജിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. Q1 ആൻഡ് Q2 ആർ ദ 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ ദ ഡിസ്റ്റൻസ് ഇസ് R. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ Q1ഉം Q2ഉം ലൈക്ക് ചാർജസ് ആണെങ്കിൽ, ലൈക്ക് ചാർജസ് ഒരേപോലെയുള്ള ചാർജസ് ആണെങ്കിൽ അവയ്ക്കിടയിൽ എന്ത് ഫോഴ്സ് വരും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ? ലൈക്ക് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. സപ്പോസ് ദീസ് 2 ചാർജസ് ആർ അൺലൈക്ക് ചാർജസ്, 2 വ്യത്യസ്ത തരത്തിലുള്ള ചാർജസ് ആണെങ്കിൽ എന്തുണ്ടാവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും ഈ 2 ചാർജസിന് ഇടയ്ക്ക് എന്തുണ്ടാവും? ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. One is force is directly proportional to product of 2 charges, that is Q1 into Q2. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? F is directly proportional to product of 2 charges Q1 into Q2 and inversely proportional to square of the distance between them. അപ്പോൾ 1/r² എഴുതാൻ പറ്റും. 2 പോയിന്റ് എന്താണ്? F is directly proportional to product of 2 charges and inversely proportional to square of the distance between them. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് എഴുതാം. F equal അല്ലെങ്കിൽ F proportional to Q1 Q2 divided by R square. This is called Coulomb's law. ഇതാണ് എന്ത് വിളിക്കുന്നത്? Coulomb's law എന്ന് പറയുന്നത്. The force of attraction or repulsion between 2 point charge is directly proportional to product of 2 charges and inversely proportional to square of the distance between them. അപ്പോൾ എന്താണ് ഇവയ്ക്കിൽ അനുഭവപ്പെടുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ചാർജസിൻ്റെയും പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണലും ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും എന്ന് പറഞ്ഞേ. എന്താണ് അപ്പോൾ കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ 2 point ചാർജ് ഓൺ ഈച്ച് അതർ അറ്റ് റെസ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് ഇക്വേഷൻ? F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ. നമുക്ക് ഈ പ്രൊപ്പോർഷണൽ ടു മാറ്റി ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാലോ. ദറ്റ് ഈസ് F ഈക്വൽ എങ്ങനെ എഴുതാം? കോൺസ്റ്റന്റ് മാറിയാൽ ദറ്റ് ഈസ് F ഈക്വൽ ടു 1/4 pi epsilon 0, ദറ്റ് ഈസ് Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. സോ എന്താണ് ഇക്വേഷൻ? F is equal to 1/4 pi epsilon 0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ദിസ് ഈസ് Coulomb's law ഫോഴ്സ് ഇക്വേഷൻ. വാട്ട് ഈസ് എപ്സിലോൺ 0? ഈ എപ്സിലോൺ 0 പറയുന്ന പേരാണ് എന്താണ്? വാട്ട് ഈസ് എപ്സിലോൺ 0? എപ്സിലോൺ 0 ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി അല്ലേ? ഓക്കെ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. എന്താണ് എപ്സിലോൺ 0യുടെ വാല്യൂ? എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു, ഒന്ന് കമന്റ് ചെയ്തേ, വാട്ട് ഈസ് വാല്യൂ ഓഫ് എപ്സിലോൺ 0? എപ്സിലോൺ 0 ഈക്വൽ ടു പെർമിറ്റിവിറ്റി. ഓക്കെ അഞ്ജു പുണ്യ, എന്താണ് അതിന്റെ വാല്യൂ ഒന്ന് ടൈപ്പ് ചെയ്തേ. എപ്സിലോൺ 0 ഈക്വൽ ടു 8.85 into 10 raised to minus 8.85 into 10 34 ആണോ? മൈനസ് 12 അല്ലേ? 8.85 into 10 raised to minus 12, then Coulomb square, Newton raised to minus 1, then meter raised to minus 2. 34 അല്ല 12 ആണ്. അഞ്ചു എപ്സിലോൺ സ്ക്വയർ എന്താണ്? 8.85 into 10 raised to minus 12 Coulomb square, Newton raised to minus 1, meter raised to minus 2.
ഇനി 1/4πε0 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 വാല്യൂ എന്താണ്? 1/4πε0 is equal to, ഓക്കെ അശ്വതി, 8.85 into 10 raised to -12 ആണേ, -12. 1/4πε0 equal to, okay, 1/4πε0 equal to, that is equal to 9 into 10 raised to 9 Newton meter square, then coulomb raised to -2. എന്താണ് 1/4πε0 വാല്യൂ? 9 into 10 power 9 Newton meter square coulomb raised to -2. ക്ലിയർ? ദിസ് ഈസ് ഫോഴ്സ് ഇൻ എയർ. ഇത് ഫോഴ്സ് ഇൻ എയർ ആണ്. ഇനി ഫോഴ്സ് ഇൻ മീഡിയം ആണെങ്കിലോ? ഓക്കെ ഗുഡ് അഞ്ചു. 9 into 10 power 9. ഓക്കെ, പെർമിറ്റീവ് ഫ്രീ സ്പേസ് റൈറ്റ് സ്നേഹ. ദെൻ ഇൻ മീഡിയം, ഫോഴ്സ് ഇൻ മീഡിയം ആണെങ്കിലോ? ഫോഴ്സ് ഇൻ മീഡിയം ആണെങ്കിൽ 1/4πε then Q1 Q2 divided by R square. രണ്ട് ഇക്വേഷൻ ആയി. ദിസ് ഈസ് ഫോഴ്സ് ഇൻ എയർ. ഇതേതാണ്? ദിസ് ഈസ് ഫോഴ്സ് ഇൻ എയർ. ഫോഴ്സ് ഇൻ എയർ ഈസ് 1/4πε0 Q1 Q2 by R square. ഫോഴ്സ് ഇൻ മീഡിയം ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? 1/4πε Q1 Q2 by R square. വാട്ട് ഇസ് എപ്സിലോൺ? പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. എന്താണ്? പെർമിറ്റിവിറ്റി ഇൻ മീഡിയം. അങ്ങനെയെങ്കിൽ ഒരു ടേം നമുക്ക് പഠിക്കാം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആർ relative permittivity. It is a ratio of permittivity in medium to permittivity in free space. What's the value of epsilon r? Epsilon r is equal to epsilon by epsilon 0. Permittivity in medium to permittivity in free space. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് എപ്സിലോൺ ആർ ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പോൾ പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? എപ്സിലോൺ ആർ ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. എന്താണ് കൂളംസ് ലോ എന്ന് വെച്ചാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് ഫോഴ്സ് ഇൻ എയർ ഇക്വേഷൻ? 1/4πε0 Q1 Q2 by R square. ഫോഴ്സ് ഇൻ മീഡിയം ഈസ് 1/4πε Q1 Q2 by R square. Then epsilon r ന്റെ equation ആണ് epsilon r, that is relative permittivity. Epsilon r is equal to force in air divided by force in medium. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? പറഞ്ഞ പോയിന്റ്സ് അത്രയും ക്ലിയർ ആണോ നമുക്ക്? ഒന്ന് കമന്റ് ചെയ്തേ. കൂളംസ് ലോ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ചെറിയ ലാഗാണെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആണോ ഇത്? എങ്കിൽ കൂളംസിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഇൻ മീഡിയം ടു പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് 2 into 10 raised to
minus 7 coulombs and 3 into 10 raised to minus 7 coulombs placed 3 centimeter apart in air. അപ്പോൾ ക്വസ്റ്റിനകത്ത് രണ്ട് ചാർജസ് പറയുന്നുണ്ട്, Q1 Q2, ഡിസ്റ്റൻസും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് എ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു ചാർജസ്? ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ പഠിച്ച കൂളംസ് ലോ അനുസരിച്ച് എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? F is equal to, that is F equal to 1 by 4 pi epsilon 0, 1 by 4 pi epsilon 0, that is Q1 Q2, right? Q1 Q2 divided by Q1 Q2 divided by R square. Q1 Q2 divided by R square. Okay. Q1 Q2 divided by R square. That's equal to 1 by 4 pi epsilon 0. That's 1 by 4 pi epsilon 0 value 9 into 10 raised to 9. 9 into 10 raised to 9 into Q1 Q2. What's the value of Q1? Q1 is equal to how much? Q1 is 2 into 10 raised to minus 7 coulombs. What is Q2? Q2 എന്ന് പറയുന്നത് എത്രയാണ്? 3 into 10 raised to minus 7 coulombs ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into 10 raised to minus 7 into 3 into 10 raised to minus 7. The whole divided by എന്താണ്? ഡിസ്റ്റൻസ് R സ്ക്വയർ. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? R is 3 സെൻറ്റിമീറ്റർ അല്ലേ? 30 സെൻറ്റിമീറ്റർ. R equal to 30 സെൻറ്റിമീറ്റർ. ഡിസ്റ്റൻസ് R equal to 30 സെൻറ്റിമീറ്റർ. ആ പ്രോബ്ലം വെച്ചാൽ എന്ത് ചെയ്യണം? ഈ സെൻറ്റിമീറ്റർ CGS യൂണിറ്റ് കൺവേർട്ട് ചെയ്ത് എന്താക്കണം? SI ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 30 ഇൻറ്റു എന്ത് ചെയ്യണം? 30 ഇൻറ്റു 10 raised to minus 2 മീറ്റർ അല്ലേ? അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണ്? 30 ഇൻറ്റു 10 raised to minus 2 മീറ്റർ. ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് R സ്ക്വയർ എന്നാണ്. അപ്പോൾ R സ്ക്വയർ ആകുമ്പോൾ 2 പ്രാവശ്യം എഴുതാം. 30 ഇൻറ്റു 10 raised to minus 2 ഇൻറ്റു 30 ഇൻറ്റു 10 raised to minus 2. ഒന്ന് സോൾവ് ചെയ്ത് വേഗം ആൻസർ പറഞ്ഞേ. വേഗം റിപ്ലൈ ചെയ്തേ, കമൻറ്റ് ചെയ്തേ. ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് പറയുന്നുണ്ട്, Q1 Q2 ഡിസ്റ്റൻസ് എല്ലാം തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് കാൽക്കുലേറ്റ് ആൻസർ പറഞ്ഞ് വേഗം. ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. സോ ആൻസർ ഈസ് 1.8 ഇൻറ്റു 10 raised to minus 7 ആണോ? അശ്വത് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്നൂടെ. ഒന്ന് ചെക്ക് ചെയ്തേ. നമുക്ക് ഇവിടുത്തെ 3 കട്ട് ചെയ്യാമല്ലോ. ഇവിടുത്തെ 3 കട്ട് ചെയ്യാം. താഴത്തെ കട്ട് ചെയ്യുമ്പോൾ 10 വരും. അതുപോലെ ഇവിടുത്തെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. അതുപോലെ താഴെ കട്ട് ചെയ്യുമ്പോൾ 10 വരും. ഈ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 സ്ക്വയർ. ഈ 10 സ്ക്വയർ 10 raised to minus 2 എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് 10 raised to minus 2. ഈ 10 raised to minus 2 ന്യൂമറേറ്റർ വരും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഈ 2 ഉണ്ട്, ഈ 3 ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 എന്താണ്? 6. ഓക്കെ 5 6 ഇൻറ്റു റൈറ്റ് 6 ഇൻറ്റു 10 raised to minus 3 ന്യൂട്ടൺ. വെരി ഗുഡ്. 6 ഇൻറ്റു 10 raised to minus 3 ന്യൂട്ടൺ കിട്ടിയോ? ബാക്കിയുള്ളത് കിട്ടിയോ? അത് 6 ഇൻറ്റു 10 raised to minus 3 ന്യൂട്ടൺ. ഓക്കെ, അടുത്തോട്ട് പോവാം. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? പറഞ്ഞ പോയിൻറ്റ്സ് ക്ലിയർ ആണോ? സ്നേഹ 1.8 അതൊന്ന് ചെക്ക് ചെയ്തേ. ആൻസർ ഈസ് 6 ഇൻറ്റു 10 raised to minus 3 ന്യൂട്ടൺ. 6 ഇൻറ്റു 10 raised to minus 3 ന്യൂട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് ഈസ് 20 ന്യൂട്ടൺ. ഫ്രീ സ്പേസിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട് അല്ലേ?
ഫ്രീ സ്പേസിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എത്രയാണ്? F is equal to 20 ന്യൂട്ടൺ. ഇതെന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻ എയർ ഈക്വൽ ടു ഹൗ മച്ച്? ഫോഴ്സ് ഇൻ എയർ ഈക്വൽ ടു 20 ന്യൂട്ടൺ. അടുത്ത് ദ സിസ്റ്റം വെൻ പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ ഈക്വൽ ടു 4. എപ്സിലോൺ ആർ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എപ്സിലോൺ ആർ ഈക്വൽ ടു 4 എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഇൻ മീഡിയം? അങ്ങനെ ഫോഴ്സ് ഇൻ മീഡിയം കണ്ടുപിടിക്കണം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചായിരുന്നു. എന്താണ് ഇക്വേഷൻ? എപ്സിലോൺ ആർ ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. കണ്ടുപിടിക്കേണ്ടതാണ് ഫോഴ്സ് ഇൻ മീഡിയമാണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് എന്താണ് ഫോഴ്സ് ഇൻ മീഡിയം? ദെർഫോർ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എപ്സിലോൺ ആർ ഫോഴ്സ് ഇൻ എയർ എത്രയാണ്? 20 ന്യൂട്ടൺ. 20 ഡിവൈഡ് ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ കുളോംസ് ലോ വെച്ചിട്ട് ഓക്കെ 5 ന്യൂട്ടൺ. വെരി ഗുഡ്. ക്ലിയർ ആണോ ഇത്? കുളോംസ് ലോ വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം, അത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. സോ ഈ രണ്ട് ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ 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 അഞ്ജന. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 6-7 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജസ് ആൻഡ് ടെർമിനേറ്റഡ് ഓൺ നെഗറ്റീവ് ചാർജസ്. അവിടെ പറയുന്ന പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്യും. ടെർമിനേറ്റ്സ് ഓൺ നെഗറ്റീവ് ചാർജ്. അവസാനിക്കുന്നത് എവിടെ നിന്നാണ്? നെഗറ്റീവ് ചാർജ് അവസാനിക്കും. റൈറ്റ്. സെക്കൻഡ് പ്രോപ്പർട്ടി, ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് എല്ലാം എന്തായിരിക്കും? പരസ്പരം പാരലൽ ആയിരിക്കും. Then number density of electric field lines at a point gives the strength of electric field at that point. നമ്പർ ഫീൽഡ് ലൈൻസ് കൂടുതലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ്. സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്യും. എൻഡ്സ് ഓൺ, ടെർമിനേറ്റ്സ് ഓൺ എവിടെയാ? നെഗറ്റീവ് ചാർജ്. എവിടെ അവസാനിക്കും? നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡ്സ് എന്ത് ചെയ്യുന്നില്ല? ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് എല്ലാം എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, അല്ലേ? പാരലൽ ആയിരിക്കും. ദെൻ നമ്പർ ഡെൻസിറ്റി, എവിടെയാണോ നമ്പർ ഡെൻസിറ്റി, നമ്പർ ഫീൽഡ് ലൈൻസ് കൂടുതൽ, ആ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പോയിന്റ്, ടാൻജന്റ്. നമ്മൾ ലൈൻസ് ഓഫ് ഫോഴ്സിൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ദ ടാൻജന്റ് വിൽ ഗീവ്സ് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ടാൻജന്റ് എന്തിന്റെ ഡയറക്ഷൻ കാണിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കും. ദെൻ വെരി ലാസ്റ്റ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്സ് എന്ത് ചെയ്യുന്നില്ല? ഫോം ചെയ്യുന്നില്ല. ഒരിക്കലും കണ്ടിന്യൂസ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഉറപ്പിച്ചോ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് തന്നെയായി ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്, പഠിച്ചോണം. അപ്പോൾ ഒരിക്കലും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രോപ്പർട്ടീസ് വരുന്നത്? എന്തൊക്കെയാണ്? സ്റ്റാർട്ട്സ് ഓൺ പോസിറ്റീവ് ചാർജ്, എൻഡ്സ് ഓൺ നെഗറ്റീവ്, നെവർ ഇന്റർസെക്ട്. പാരലൽ ലൈൻസ് ആണെങ്കിലോ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ദെൻ നമ്പർ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്? ടാൻജന്റ്. ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നെവർ ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്സ് ഫോം ചെയ്യുന്നില്ല. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ക്വസ്റ്റ്യൻ ഡയഗ്രാം ചോദിക്കാറുണ്ട്.
അല്ലേ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മുന്നത്തെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ചാർജ്, ഒരു സിംഗിൾ പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ ഒരു സിംഗിൾ നെഗറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ ലൈക്ക് ചാർജസ്, അൺലൈക്ക് ചാർജസ് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് Q ലെസ് ദാൻ 0. Q ലെസ് ദാൻ 0 ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, Q ലെസ് ദാൻ 0 ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വരയ്ക്കും? ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ചോദിക്കും. Q ലെസ് ദാൻ 0. അപ്പം ക്യൂവിൻ്റെ ചാർജിൻ്റെ വാല്യൂ 0യേക്കാളും കുറവാണ്. അപ്പം നമുക്ക് എന്താക്കി എടുക്കുക? അതിനെ നെഗറ്റീവ് ആക്കി എടുക്കുക അല്ലേ? നെഗറ്റീവ് ചാർജ്. അപ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷനെ വരയ്ക്കാം, ഒരു നെഗറ്റീവ് ചാർജ് ഇരിപ്പുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടായിരിക്കും? ഇൻവേർഡ്, അകത്തോട്ടായിരിക്കും അല്ലേ? എവിടെ ആയിരിക്കും? ഇൻറ്റു അല്ലേ? അകത്തോട്ടായിരിക്കും. ഓർമ്മ ചോദിച്ചോ, ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻവേർഡ്, അകത്തോട്ടായിരിക്കും. ഇനി ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, Q ഗ്രേറ്റർ ദാൻ 0. Q ഗ്രേറ്റർ ദാൻ 0 ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്താണ്? 0യേക്കാൾ കൂടുതലാണ്. പോസിറ്റീവ് ആക്കി എടുക്കാം. അപ്പോൾ Q എന്താക്കി എടുക്കാം? പോസിറ്റീവ് ആക്കി എടുത്താൽ വാട്ട് ഈസ് ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? അതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ടായിരിക്കും, ഔട്ട്വേർഡ്സ്, മൂവിങ് ഔട്ട്വേർഡ്സ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനുകൾ എന്ത് ചെയ്യണം? വരച്ച് പഠിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കേസാണ്. ഒന്ന് നെഗറ്റീവ് ചാർജ്, മറ്റേതാണ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേർഡ്സ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഔട്ട്വേർഡ്സ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? പോസിറ്റീവ് ആണെങ്കിൽ അവേ ഫ്രം ദി ചാർജ്, നെഗറ്റീവ് ആണെങ്കിൽ ടുവേർഡ്സ് ദി ചാർജ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നെഗറ്റീവ് പോസിറ്റീവ് എന്ത് വരച്ചിട്ടുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ക്ലിയർ ആണോ ഈ ടോപ്പ്? ഓക്കെ, ക്ലിയർ. ഓക്കെ, ഗുഡ്. ദ നെക്സ്റ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഓക്കെ, ക്ലിയർ. ഓക്കെ, അഞ്ജന, അശ്വതി. ദെൻ നോക്കിക്കേ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ രണ്ടും സെയിം ചാർജസ് ആണ്. ഒന്ന് പോസിറ്റീവ് ചാർജും മറ്റേതെന്താണ്? നെഗറ്റീവ് ചാർജും. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണെങ്കിൽ സോ നമുക്കിതിനെ എന്ത് വിളിക്കാതെ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇക്വേഷൻ? P = 2a into Q അല്ലേ? ഡിസ്റ്റൻസ് ഇൻറ്റു, ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് 2a ആക്കി എടുക്കാം. സോ ദിസ് ഈസ് 2a into Q. സോ ദിസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. P = 2aq. ഓക്കെ, സ്നേഹ, ടുവേർഡ്സ്. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ ടുവേർഡ്സ് ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഗുഡ്. ദെൻ P = 2aq. റൈറ്റ്, P = 2aq. ദിസ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ഏത് ക്വാണ്ടിറ്റി ആണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇത് ഏത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ആണ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് ആയിരിക്കും. SI യൂണിറ്റ് എന്താണ്? കൂളോംസ് മീറ്റർ. എന്താണ്? കൂളോംസ് മീറ്റർ. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഇത് വരുന്നത്. ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? To equal and opposite charge separated by a small distance is called electric dipole. What is the equation? P is equal to 2aq. It is the vector quantity. The directions of electric field is from ഇവിടെ നിന്ന് എങ്ങോട്ടാ? നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. Then SI unit is coulombs meter. Okay, clear? Electric dipole clear ആണോ? Is it clear? Okay, clear. Okay. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഒരു 5 ഡെറിവേഷൻസ് ആണ്. ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 ഡെറിവേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ചോദിച്ചിരിക്കും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു അറ്റ് എ പോയിന്റ് ഓൺ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ ഇക്വേഷൻ. ആക്സിയൽ എന്താണ് ആക്സിയൽ ലൈൻ ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ എ ആക്സിയൽ ലൈൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആക്സിയൽ ലൈൻ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈൻ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറേ വർഷങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആക്സിയൽ ലൈൻ. പക്ഷേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് ക്രിസ്മസ് സെക്ഷൻ എന്താ ചോദിച്ചത്? ഇക്വിറ്റോറിയൽ ലൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഡെറിവേഷൻ ഒന്ന് ചെയ്യാം, പെട്ടെന്ന് നോക്കി പോവാം. സോ ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ ലൈൻ. ഡയഗ്രാം നോക്കിക്കേ. ഓക്കെ ക്ലിയർ. രണ്ട് ചാർജസ് ഡൈപോൾ ഇല്ലേ? ഇവിടെ ഡൈപോൾ ഏതൊക്കെയാണ്? മൈനസ് ക്യൂ ദെൻ പ്ലസ് ക്യൂ. ഇത് ഡൈപോൾ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഈ ചാർജ് തൊട്ട് പ്ലസ് ക്യൂ ഡിസ്റ്റൻസ് എത്രയാണ്? 2a. ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ടേക്കൺ as 2a. ദെൻ മിഡ് പോയിന്റ് ആണ് ഇവിടെ O എന്ന് പറഞ്ഞത്. ഡൈപോളിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇവിടെ എന്താക്കിയെടുത്തിട്ടുള്ളത്? O ആക്കിയെടുത്തിട്ടുള്ളത്. മിഡ് പോയിന്റ് തൊട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിയൽ ലൈനിൻ്റെ പോയിന്റാണ് P. ഈ Pയിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ ഡൈപോളിൻ്റെ സെൻറ്റർ തൊട്ട് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്താക്കി എടുത്തിട്ടുണ്ട്? ആർ ബി ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ സെൻറ്റർ തൊട്ട് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്? ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ ആദ്യം എന്ത് വരയ്ക്കണം? ഡയഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു ഡൈപോൾ വരയ്ക്കുക. രണ്ട് ചാർജസ് ഏതൊക്കെയാണ്? -q ആൻഡ് +q. ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ്. രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ a, ദെൻ ഈ ഒരു പാർട്ടിൽ a കിട്ടും. ദെൻ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ടു ദാറ്റ് പോയിന്റ് ഈസ് ടേക്കൺ as r. ഇനി വേഗം എന്ന് പറഞ്ഞേ, ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ദെൻ ഇവിടെ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വാട്ട് ഈസ് ദ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P ഡ്യൂ ടു പ്ലസ് ക്യൂ? ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ആയിരിക്കും, അവേ ആയിരിക്കും? Directions of electric field due to away, very good, Anjana. Okay, directions of electric field is away. അങ്ങനെയാണെങ്കിൽ so this is due to plus q charge. പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈസ് അവേ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇവിടുത്തെ -q ആണല്ലേ? ഈ -q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അറ്റ് ദിസ് പോയിന്റ് ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q ചാർജ്. -q ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് വേഗം കമൻറ്റ് ചെയ്തേ. ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് അല്ലേ? ടുവേർഡ്സ് ആയിരിക്കും. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q ചാർജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? +2 ആണെങ്കിൽ എവേ ഫ്രം ദി ചാർജ് എന്നാണ്. -q ചാർജ് ആണെങ്കിലോ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ദി ചാർജ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് okay, resultant electric field equation is, so this is due to E plus means due to plus q charge കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണ് E is equal to 1/4πε0 q divided by ഇനി ഡിസ്റ്റൻസ് q divided by ഡിസ്റ്റൻസ്. ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എവിടെ തൊട്ടാണ്? ഡിസ്റ്റൻസ് ഫ്രം പ്ലസ് q ചാർജ് ടു P തൊട്ട് പ്ലസ് ക്യൂ ചാർജ് വരെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. ദെൻ ഡൈപോളിൻ്റെ സെൻറ്റർ തൊട്ട് പ്ലസ് ക്യൂ ചാർജ് വരെ ഡിസ്റ്റൻസ് a ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് q divided by so ഡയഗ്രാമിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സോ ദിസ് ഈസ് പ്ലസ് ക്യൂ
ദിസ് ഈസ് പ്ലസ് ക്യൂ ചാർജ് ആൻഡ് ദിസ് ഈസ് മൈനസ് ക്യൂ ചാർജ്. ഓക്കെ, പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഇവിടെ തൊട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ല, ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ തൊട്ട് ഇത്രയും കൗണ്ട് ചെയ്യണം. സോ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയറും മൈനസ് ക്യൂ ചാർജ് ആണെങ്കിൽ ആർ മൈനസ് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലേ. സോ ഈ പ്ലസ് ആണെങ്കിൽ 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയറും ഓക്കെ സ്നേഹ 1/4πε0 2p/rq. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. റൈറ്റ്, ഇനി ഇക്വേഷൻ നമ്മൾ ടോട്ടൽ റിസൾട്ട് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. രണ്ടിൻ്റെ ഇക്വേഷൻ എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നതിന് LCM ഒക്കെ എടുത്ത് മോഡിഫൈ ചെയ്യാം. സോ ഇവിടെ ഈ പ്ലസിൻ്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ദെൻ ഈ മൈനസ് ആണെങ്കിലോ 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇനി രണ്ട് ടൈം കോമൺ ടൈം ആണ് ഏതാണ്, ക്യൂ ബൈ 4πε0 കോമൺ ആണ് രണ്ടിലും അല്ലേ. ക്യൂ ബൈ 4πε0 രണ്ടിലും കോമൺ ആണ്, അതൊന്ന് പുറത്തെടുക്കാം. ഇവിടെ ഈ പി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ മാത്രമാണ് കേട്ടോ, ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷനാണ്, നമുക്കവിടെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഈസ് ക്യൂ ബൈ 4πε0 ഇൻറ്റു റിമൈനിങ് ടൈം ഏതാണ് 1/r മൈനസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇനി LCM എടുത്തേ, LCM അവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ, ഇവിടെ നിന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ദാറ്റ് ഈസ് ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ രണ്ട് ടൈം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തേ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യണം. ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, എ സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് ആർ സ്ക്വയർ, റൈറ്റ്, ആർ സ്ക്വയർ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ മൈനസ് ഇത് ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ അല്ലേ, ഇതിനെ എ മൈനസ് ബി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് 2ar പ്ലസ് എ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഈ താഴെയുള്ള രണ്ട് ടേമിനകത്ത് എന്തുണ്ട്, സ്ക്വയർ ഉണ്ട്. ഈ രണ്ട് സ്ക്വയർ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ ആക്കി എടുക്കുക. ദെൻ ഇനി ഇവിടെ നെഗറ്റീവ് ഓപ്പൺ ചെയ്ത് ഈ നെഗറ്റീവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം മൈനസ് ആർ സ്ക്വയർ ആയിട്ട് മാറും, രണ്ടാമത്തെ ടൈം എന്തായി മാറും, രണ്ടാമത്തെ ടൈം അവിടെ പോസിറ്റീവ് ആയിട്ട് മാറും, മൂന്നാമത്തെ ടൈം നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആകുമ്പോൾ ഇവിടുത്തെ മൈനസ് ആർ സ്ക്വയറും കട്ട് ചെയ്ത് പോകും, എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് ഏതാണ് 2ar 2ar രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4ar എന്ന് കിട്ടും. ഇനി ഇവിടെ ആർ മൈനസ് എയും ആർ പ്ലസ് എയും എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം എന്താണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതനുസരിച്ച് ഇവിടെ എന്ത് എഴുതാം, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആക്കി എഴുതാം. റൈറ്റ്, നെക്സ്റ്റ് ലൈൻ വീണ്ടും 1/4πε0 ഇവിടുത്തെ 2ra വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, 2ra ഇവിടുത്തെ 4ra ഞാൻ എഴുതുന്നു, 4ra ഈക്വൽ ടു 2 ഇൻറ്റു 2ra ഇങ്ങനെ എഴുതാമല്ലോ. എഴുതിയതിന് ശേഷം ഈ പുറത്തുള്ള ക്യൂവിനെ അകത്തോട്ട് എടുത്തു, ഇതാ ഇവിടെ ക്യൂ കിടപ്പുണ്ട്, ഈ ക്യൂവിനെ അകത്തോട്ട് എടുത്തു. സോ 2 ഇൻറ്റു 2aq ഇൻറ്റു ആർ ദ ഹോൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഈ 2aq എന്ത് റീപ്ലേസ് ചെയ്യാം, ദിസ് 2aq ഈസ് റീപ്ലേസ്ഡ് ബൈ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ എന്നാണ് ഇക്വേഷൻ, പി ഈസ് ഈക്വൽ ടു 2aq എന്നാണ്, പി ഈക്വൽ ടു 2aq. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് 2aq ഈസ് റീപ്ലേസ് ബൈ പി എന്ന് റീപ്ലേസ് ചെയ്യാം. ദെൻ ആറും എയും കമ്പയർ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ വളരെ എന്താണ്, സ്മോൾ ആണ്. വി ക്യാൻ നെഗ്ലക്ട് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ത് ചെയ്യാൻ കട്ട് ചെയ്ത് കളയാം. എ സ്ക്വയർ പോയ ബാക്കി എന്ത് വരും, ആർ സ്ക്വയർ ദ ഹോൾ പവർ 4 ആയിട്ട് വരും. അപ്പോൾ ആർ സ്ക്വയർ 4ഉം മുകളിലത്തെ ആറും എന്ത് ചെയ്യും, ഓരോ ആറും നിന്ന് കട്ട് ചെയ്ത് പോകും, ബാക്കി എന്ത് കിട്ടും, ഇ ഈക്വൽ ടു 1/4πε0 2p/r3. സോ ഫൈനൽ ഇക്വേഷൻ ഈസ് വാട്ട്, ഇ ഈക്വൽ ടു 1/4πε0 2p/r3. ദിസ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആക്സിയൽ ലൈൻ. ഇതാണ് ഇക്വേഷൻ, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 2p/r3. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷനാണിത്. ആദ്യത്തെ 2 സ്റ്റെപ്പ് മാത്രമേ നമുക്ക് എഴുതാനായിട്ടുള്ളൂ അല്ലേ, ഡയറക്ഷൻ വെച്ച് എഴുതാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. കാൽക്കുലേഷൻ വളരെ തെറ്റുകൂടാതെ എന്ത് ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം. സോ വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട്സ് ഇക്വേഷൻ, ആക്സിയൽ ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് 1/4πε0 2p/r3. ക്ലിയർ ആണത്?
നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വിറ്റോറിയൽ ലൈൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇക്വിറ്റോറിയൽ ലൈൻ. നോക്കിയോ, അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ രണ്ട് ടൈപ്പിൽ എടുക്കുകയാണ്, മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതാം, എഴുതി പോവാം. അപ്പം പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇപ്പോൾ രണ്ട് ചാർജ് ഇരിപ്പുണ്ട്. ദിസ് ഇസ് ഡൈപോൾ. വാട്ട്സ് എ ടോട്ടൽ ഡിസ്റ്റൻസ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്? 2a ആണ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് 2a ആണ്. അപ്പോൾ ഇക്വിറ്റോറിയൽ എന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് എടുത്തു. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇവിടെ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഡൈപോളിൻ്റെ സെൻറ്റർ തൊട്ട് ആ പോയിന്റ് വരെ ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. സോ ആ പോയിന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ രണ്ട് സൈഡ് എന്താണ്? തീറ്റയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് കാരണം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്, ഇ പ്ലസ് ക്യൂ എന്നിങ്ങനെ എഴുതാം. ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0, 1/4πε0, ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡഡ് ബൈ ചാർജ് പ്ലസ് ക്യൂ അല്ലേ, ക്യൂ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പ്ലസ് ക്യൂ തൊട്ട് പി വരെ ഡിസ്റ്റൻസ് എഴുതണം. അപ്പോൾ ഇതൊരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈ സ്മോൾ ഡിസ്റ്റൻസ് ഇതെന്താണ്? എ. ഈ ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഹൈറ്റ് എങ്ങനെ എഴുതാം? പൈതോസ് റിലേഷൻ അനുസരിച്ച് ദിസ് ഈസ് a² + r² എന്നൊക്കെ എഴുതാം അല്ലേ. ദിസ് ഈസ് a² + r². അതും ഇവിടെ എന്ത് തന്നെയാണ്? √a² + r². രണ്ടും എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് a² + r². ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. സിമിലർലി വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്? മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഇ മൈനസ് ക്യൂ. ഇ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0, ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡ് ബൈ a² + r². ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എഴുതി. സോ ഈ ഡൈപോൾ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ കൂടെ വരച്ചിട്ടുണ്ട്. ഈ ലൈനും സെയിം ആണ്. സോ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? തീറ്റ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഇ പ്ലസ് ക്യൂ ആൻഡ് ദിസ് ലൈൻ ഈസ് ഇ മൈനസ് ക്യൂ. ദിസ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി റിസോൾവ് ഇൻ ടു 2 കോമ്പണൻസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? 2 കോമ്പണൻസ് സ്പ്ലിറ്റ് ചെയ്യും. ഏതൊക്കെയാണ്? ഇ പ്ലസ് ക്യൂ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 കോമ്പണൻസ്. ഏതൊക്കെ കോമ്പണൻസ് സ്പ്ലിറ്റ് ചെയ്യും? എലോങ് ദി ഡയറക്ഷൻസ് ഓഫ് തീറ്റ ആണെങ്കിൽ അത് ഏത് കോമ്പണൻ്റ് ആയിരിക്കും? എലോങ് ദി ഡയറക്ഷൻസ് ഓഫ് തീറ്റ ആണെങ്കിൽ വാട്ട്സ് ദ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? വാട്ട്സ് ദ വാല്യൂ? എലോങ് ദി ഡയറക്ഷൻസ് ഓഫ് ഓക്കെ സ്നേഹ 1/4πε0 p/r³ റൈറ്റ്. ഒന്ന് പറഞ്ഞേ, കോമ്പണൻസ് എലോങ് ദി ഡയറക്ഷൻസ് ഓഫ് തീറ്റ. ദാറ്റ് ഈസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ അല്ലേ, ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ. കോസ് തീറ്റ. ഓക്കെ, സൈൻ തീറ്റ വരുന്ന ഇപ്പോഴും എന്താണ്? പെർപെൻഡിക്കുലർ ആണ് അല്ലേ. സോ ദിസ് ഈസ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഈസ് വാട്ട്? ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. അപ്പോൾ 2 കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. ഇനി അതുപോലെ ഇ മൈനസ് 2 എന്ന് പറയുന്ന ഈ വെക്ടർ വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. സോ അഗെയിൻ ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ 2 കോമ്പണൻസ്. എലോങ് ദി ഡയറക്ഷൻ ഓഫ് തീറ്റ ആണെങ്കിൽ എന്താണ്? ഇ മൈനസ് ക്യൂ കോസ് തീറ്റയും ദെൻ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. സോ ദിസ് ഈസ് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റയും. നമ്മൾ E1 E2 എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ 4 കോമ്പണൻസ് ഇവിടെ ഫോം ചെയ്യും. ഇവിടെ ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റയും ഇ മൈനസ് ക്യൂ സൈൻ തീറ്റയും ദേ ആർ ആക്ടിങ് ഈക്വൽ ബട്ട് ദേ ആർ ആക്ടിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. സോ ദീസ് 2 ഫോഴ്സസ് ആർ ക്യാൻസൽ ടു ഈച്ച് അതർ. ഇത് രണ്ടും എന്ത് ചെയ്യും? ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റയും ഇ മൈനസ് ക്യൂ സൈൻ തീറ്റയും എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഏത് മാത്രമേ കാണത്തുള്ളൂ? ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ. ദാറ്റ് ഈസ് ദെയർഫോർ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് is equal to, that is E plus Q cos theta plus E minus Q cos theta. ഇവിടെ നോക്കുമ്പം E plus Qവും E minus Qവും സെയിം വാല്യൂസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് 2 times of E cos theta. Clear? Okay, E2 sin theta, right. 2 times of E cos theta. That's equal to 2 into
What is the electric field equation? 1 by 4 pi epsilon 0 q divided by distance a square plus r square into cos theta. ഈ കോസ് തീറ്റ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കോസ് തീറ്റ കണ്ടുപിടിക്കാം. ഇതെടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് കോസ് കോമ്പണൻറ്റ്? കോസ് തീറ്റ ഈസ് ഈക്വൽ എന്ന് എഴുതാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, തീറ്റയുടെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇതല്ലേ, എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ദിസ് ഈസ് കോസ് കോമ്പണൻറ്റ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 2e ഇൻറ്റു കോസ് തീറ്റ ദാറ്റ് ഈസ് എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ പവർ 3 by 2, whole power 1 by 2. Next line, that's equal to 1 by 4 pi epsilon 0. ഈ 2ഉം a എല്ലാം കൂടെ ചേർത്ത് എഴുതുമ്പോൾ 2aq, that is 2aq divided by a square plus r square the whole power 3 by 2. Suppose a is very small as compared to that of r വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ a വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ദിസ് ടേം, എ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഇത് പോയി ബാക്കി ഏത് മാത്രമേ ഉള്ളൂ? ആർ സ്ക്വയർ ദ ഹോൾ പവർ 3 by 2, റൈറ്റ്? ദാറ്റ്സ് ഈക്വൽ ടു 1 by 4 pi epsilon 0 2aq, that is p divided by rq. So this is expression for electric field in equatorial line. എന്താണ് ഇക്വേഷൻ? ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്? E is equal to 1 by 4 pi epsilon 0 p by r cube. ക്ലിയർ ആണത്? കോസ് തീറ്റ അഞ്ചിന് ഏത് കോസ് തീറ്റയാണ്? രണ്ടാമത്തെ കമ്പോണൻ്റ് ആണോ? ഇ മൈനസ് ക്യൂ ആണോ പറയേണ്ടത്? ഓക്കെ, ഇ മൈനസ് ക്യൂ ആണെങ്കിൽ ഈ മൈനസ് ക്യൂ ഡയറക്ഷൻ താഴോട്ടാണല്ലേ, ഈ മൈനസ് ക്യൂ ഡയറക്ഷൻ താഴോട്ടാണ് പോകുന്നത്. അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്, തീറ്റ. അങ്ങനെയാണെങ്കിൽ തീറ്റയുള്ള അതേ ഡയറക്ഷനിലോട്ട് ഒരു കോമ്പണൻറ്റ് വരും. തീറ്റയുടെ അതേ ഡയറക്ഷൻ എപ്പോഴും എഴുതുന്നതാണ് കോസ് കോമ്പണൻ്റ് ആണ്. സോ ഈ മൈനസ് ക്യൂ കോസ് തീറ്റ അവിടെ വരും, ഈ മൈനസ് ക്യൂ കോസ് തീറ്റ അവിടെ വരും. ഇനി റിസൾട്ടൻ ഈ മൈനസ് ക്യൂ താഴോട്ടാണ് പോകുന്നത്, അതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ് എങ്ങോട്ട് വരും? അതേ ഡയറക്ഷനിൽ. ദിസ് ഈസ് ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഈ രണ്ടാമത്തെ തീറ്റ കാരണമാണ് രണ്ട് കോമ്പണൻറ്റ്സ് വരുന്നത്. തീറ്റയുള്ള അതേ ഡയറക്ഷൻ ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും, തീറ്റയ്ക്ക് നേരെ ഓപ്പോസിറ്റുള്ള കോമ്പണൻറ്റ് താഴോട്ടുള്ളത് ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. ക്ലിയർ ആണോ അത്? ക്ലിയർ? ഓക്കെ സ്നേഹ. അഞ്ചന ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോ. എന്താണ് ഇക്വേഷൻ? ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ടു ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? 1 by 4 pi epsilon 0 p by r ക്യൂബും, ആക്സിൽ ലൈൻ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? 1 by 4 pi epsilon 0 2p by r ക്യൂബും ആണ്. അപ്പോൾ ഈ രണ്ട് ഡെറിവേഷനിലും ഏതെങ്കിലും ഒരു ഡെറിവേഷൻ്റെയും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കുക. സോ വെരി ഇമ്പോർട്ടൻറ്റ്. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വയ്ക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ ഒക്കെ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ ആരോ മാർക്ക് റെപ്രസെൻറ്റ് ചെയ്തത്, ദിസ് ആരോ മാർക്ക് റെപ്രസെൻറ്റ് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിന്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. These are the directions of electric field. Directions of electric field. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്തുകൊണ്ട് വയ്ക്കുകയാണ്? ഡൈപോൾ കൊണ്ട് വയ്ക്കുകയാണ്. സോ ദിസ് ഈസ് മൈനസ് ക്യൂ ചാർജ് ആൻഡ് ദിസ് ഈസ് പ്ലസ് ക്യൂ ചാർജ്. അപ്പോൾ ഡൈപോൾ ഇരിക്കുകയാണ്. ഈ ഡൈപോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ as 2a. ക്ലിയർ? അപ്പോൾ ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് ഏതാണ്? 2a ആണ്. രണ്ട് ചാർജ് ഏതൊക്കെയാണ്? മൈനസ് ക്യൂ ചാർജ് ആൻഡ് പ്ലസ് ക്യൂ ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജിൽ അനുഭവപ്പെടുന്ന ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. വാട്ട്സ് ദ ഇക്വേഷൻസ് ഓഫ് ഫോഴ്സ്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു എന്നാണ്? E ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നാണ്, ഫോഴ്സ് ബൈ ചാർജ് എന്നാണ്. അതനുസരിച്ച് ഫോഴ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഫോഴ്സ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സിൻ്റെ അതേ
ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷൻ എന്ന് ഇപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും അല്ലേ, എഫ് ഈക്വൽ ടു ക്യൂ ഇൻ ഡി എന്നാണ്. അപ്പം ഫോഴ്സിനും ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, സെയിം ഡയറക്ഷൻ. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദ ഡയറക്ഷൻസ് ഓഫ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഈസ് എലോങ് ദി ഡയറക്ഷൻസ് ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ ഇ. ഇനി മൈനസ് ക്യൂ ആണെങ്കിൽ ഡയറക്ഷൻസ് ഓഫ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ ദിസ് ഇസ് ഡയറക്ഷൻസ് ഓഫ് എഫ് മൈനസ് ക്യൂ, എഫ് ഈക്വൽ ടു മൈനസ് ക്യൂ. അപ്പോൾ രണ്ട് ഡയറക്ഷൻ വന്നു, ഒന്ന് പ്ലസ് ക്യൂ ചാർജ് ആകുമ്പോൾ എലോങ് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, മൈനസ് ക്യൂ ചാർജ് ആയപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് നെറ്റ് ഫോഴ്സ്, രണ്ടും ഈക്വൽ ഫോഴ്സ് ആണ്, ബട്ട് ദേ ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എന്താ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഈക്വൽ ടു 0. എപ്പോഴാണോ ഒരു ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഡൈപോൾ ഒരു കേസിൽ നെറ്റ് ഫോഴ്സ് 0 ആകുന്നത്, ആ ഒരു കേസിൽ ടോർക്ക് എന്ത് ചെയ്യും, ഉണ്ടാകും. നമുക്കറിയാം എന്താണ് ടോർക്ക്, റൊട്ടേഷണൽ ഫോഴ്സ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ ദിസ് ഡൈപോൾ സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്, എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ, ടോർക്ക് ഇസ് ഈക്വൽ ടു, എന്താ പറയാം, ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്താണ് ഇക്വേഷൻ, ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താണ്, എഫ് കൊടുക്കുക അല്ലേ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരുന്നത് ഏതാണ്, സോ ദിസ് ഈസ് ബി സി, റൈറ്റ്. ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബി സി, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു അങ്ങനെ എഴുതാം, എഫ് ഇൻറ്റു ബി സി, ദാറ്റ്സ് ഈക്വൽ ടു എഫ്. ഇവിടെ എന്താണ് എഫ്, എഫിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്നാണ്. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ, ദാറ്റ് ഈസ് ക്യൂ ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡയഗ്രത്തിനകത്ത് നമുക്ക് ഈ ലൈൻസ് വരയ്ക്കും എന്നൊക്കെ ബി സി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് കണ്ടുപിടിക്കണം. തീറ്റയുടെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്, അപ്പോൾ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ബി സി വരുന്നത്. ഈ ഡിസ്റ്റൻസ് ഒക്കെ എന്ത് കണ്ടുപിടിക്കാം, ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, സൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എന്താണ് സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ hypotenuse, that is AB. BC divided by AB. From this, what is BC? BC is equal to AB into sin theta. AB into sin theta. What is AB here? AB representing this AB represents the length of the dipole. Dipole length that is 2A. So 2A into sin theta. 2A sin theta. Right? BC equal to 2A sin theta. Replace here. So this BC is replaced. This BC is replaced, that is 2A sin theta, that is equal to, 2A into Q. What is 2AQ? 2AQ is what? 2AQ equal to, this 2A represent what? 2AQ is equal to electric dipole moment P. Okay, replace here again, PE sin theta, right? Torque is equal to, PE sin theta. This is the expression of torque acting on a dipole. Torque is equal to PE sin theta. In vector form ആണെങ്കിലോ, in vector form ആണെങ്കിൽ, okay, in vector form ആണെങ്കിൽ vector torque is equal to P cross E, vector P cross vector E, P cross E. So this is expressions of torque acting on an electric dipole. Clear ആണോ, ഈ ഡെറിവേഷൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്?
ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഈസ് ഗോസസ് തിയറം അല്ലേ. നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗോസസ് തിയറം അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഗോസസ് തിയറം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ സ്നേഹ, ഓക്കെ അഞ്ജന. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ ഗോസസ് തിയറം ആൻഡ് ആപ്ലിക്കേഷനും, ഗോസസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് 1 മാർക്കിന് ചോദിക്കാം, ആപ്ലിക്കേഷൻ 3 മാർക്കിന് ചോദിക്കാം, അത് വെച്ചിട്ടൊരു പ്രോബ്ലം ചോദിക്കാം അല്ലേ. ഒരു 5-6 മാർക്കിന് ഈ സെയിം ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. ക്ലിയർ. അപ്പോൾ എന്താണ് ഗോസസ് തിയറം? ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് എ ചാർജ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. എന്ന് വെച്ചാൽ ദ ഫ്ലക്സ്, ഒരു ക്ലോസ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഏതിന് ഈക്വൽ ആയിരിക്കും? ദ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും കാണാതെ പഠിക്കണം. ഇതാണ് ഗോസസ് തിയറം പറയുന്നത്. ദ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ്. എന്താണ് ഇക്വേഷൻ? ഗോസസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ്. ദിസ് ഇക്വേഷൻ, ദിസ് ഈസ് കോൾഡ് വാട്ട്? ഗോസസ് ലോ. ഇവിടെ ഈ ഗോസസ് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻ വേണം. ഒന്നാമത്തെ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗോഷിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ഒരു ഗോസിയൻ സർഫസ് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അത് മസ്റ്റായിട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് ഗോഷിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ദെൻ അത് റെഗുലർ ഷേപ്പ്, ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം അല്ലേ. കൃത്യമായിട്ടുള്ള റെഗുലർ ഷേപ്പിന് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്തായിരിക്കണം? മസ്റ്റായിട്ടും ആ ഒരു സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തീറ്റയും സിമെട്രിക്കലായിരിക്കണം. എടുക്കുന്ന ഗോഷ്യൻ സർഫസിൽ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡും തീറ്റയും എന്തായിരിക്കണം? സിമെട്രിക്കൽ മീൻസ് ഒരുപോലെ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ ഒബേ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് 2 കണ്ടീഷൻ? ഒന്നാമത്തത് ഒരു ഗോഷിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ആ സർഫസ് ഒരു ക്ലോസ്ഡ് സർഫസ് തന്നെ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ആംഗിളും സിമെട്രിക്കൽ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഗോസസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 1/ε0 ടൈംസ് ഓഫ് ക്യൂ. ഇനി ഫൈയുടെ ഫോർമുല എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds അല്ലേ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds. ദെൻ ഫൈ ഈസ് ഈക്വൽ ടു വെക്ടർ ഫോം അല്ലെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds cos theta. സോ ദിസ് ഇക്വേഷൻസ് ഓഫ് ഫ്ലക്സ്. അങ്ങനെയാണെങ്കിൽ ഹൗ ടു റൈറ്റ് ഗോസസ് തിയറം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds cos theta is equal to 1/ε0 ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ്. സോ ദിസ് ഈസ് കോൾഡ് ഗോസസ് ലോ. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഗോസസ് ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണത്? E.ds. E.ds ക്ലിയർ ആണോ? അപ്പോൾ ഗോസസ് ലോയും അതിൻ്റെ ഇക്വേഷനും ഇത് പരീക്ഷയ്ക്ക് 1 മാർക്കിന് ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് 3 ആപ്ലിക്കേഷനാണ് അതിനുള്ളത്. ഒന്നാമത്തെ എന്താണ്? ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, അത് പഠിക്കാനുണ്ട്. പ്ലെയിൻ ഷീറ്റ് പഠിക്കാനുണ്ട്. സ്പെറിക്കൽ ഷെൽ പഠിക്കാനുണ്ട്. ഈ 3 ആപ്ലിക്കേഷനിനകത്തും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യനാണ് സ്ട്രേറ്റ് കണ്ടക്ടറും അതുപോലെ സ്പെറിക്കൽ ഷെല്ലും. ഈ 2 ക്വസ്റ്റ്യൻ അങ്ങനെ മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഇത് പഠിക്കണം. സോ നെക്സ്റ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രേറ്റ് ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിലെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൽ ചാർജസ് എല്ലാം യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് പറയാം? ലീനിയറിലാണ് അല്ലേ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ലാംഡ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇവിടെ നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കണം. സോ ഞാൻ ഇവിടുത്തെ പോയിന്റ് ജസ്റ്റ് പി എന്ന് മാർക്ക് ചെയ്തു. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 കണ്ടീഷൻ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ ഏതാണ്? ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പി ഉൾപ്പെടെ ഞാനൊരു ഗോഷിയൻ സർഫസ്, ഇവിടെ എടുക്കുന്ന ഗോഷിയൻ സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗോഷിയൻ സർഫസ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പ്. സോ ഈ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. റേഡിയസ് ഓഫ് ദിസ് സിലിണ്ടറിക്കൽ സർഫസ് ഇസ് ടേക്കൺ as R. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്താണ് ഇക്വേഷൻ? ഫൈ ഈസ് ഈക്വൽ ടു ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്നാണ്. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എന്നാണ്. സോ ദിസ് ഈസ് ഗോസസ് ലോ. ഇക്വേഷൻ നമ്പർ 1 ആക്കി എടുക്കാം. ഇവിടെ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്ലക്സ്
ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയോ, ഈ ഒരു ഗോഷിയൻ സർഫസിനകത്ത് ഒരു 3 സർഫസ് ഉണ്ട്. ഒന്നാമത്തെ ഈ ഒരു കർവ്ഡ് സർഫസ്, ഈ ഒരു ഭാഗം, ദിസ് ഈസ് കർവ്ഡ് സർഫസ് അല്ലേ. പിന്നെയുള്ളതാണ് ടോപ്പ് ഇതാണ് സർക്കുലർ ഷേപ്പ്. ബോട്ടം നോക്കി, അതും സർക്കുലർ ഷേപ്പാണ്. ദെൻ ഈ 3 ഭാഗത്തുണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കണം. ദെൻ ടോട്ടൽ നോക്കുമ്പോൾ ഡയറക്ഷൻസ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റേഡിയൽ ഔട്ട്വേർഡ്സ്, പുറത്തോട്ടാണ്. ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഔട്ട്വേർഡ്സ്, പുറത്തോട്ടാണ്. ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഔട്ട്. ഏത് പോയിന്റ് എടുത്താലും എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും. സോ ദിസ് ഈസ് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഏത് പോയിന്റിലും ഡയറക്ഷൻ ഓഫ് ഫീൽഡ് എങ്ങോട്ടാണ്? പുറത്തോട്ട്. കാരണം എന്താണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എവേ ഫ്രം ദി ചാർജ് എന്നാണ് അല്ലേ. ചാർജിൽ നിന്ന് അകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ദിസ് ഈസ് ദി ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഞാൻ ടോപ്പിൽ സർഫസിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഒരു ചെറിയൊരു എലമെൻ്ററി സർഫസ് എടുത്തു, ഡി എസിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഡി എസിൻ്റെ ഡയറക്ഷൻ എടുക്കുന്ന സർഫസിന് എപ്പോഴും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അപ്പോൾ നോർമൽ ആയതുകൊണ്ട് ഡി എസിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഡി എസ് ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. വാട്ട്സ് ആംഗിൾ? ഈ ഡി എസും ഇലക്ട്രിക് ഫീൽഡ് ആംഗിൾ തീറ്റ ഇവിടെ എത്രയാവും? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ടോപ്പ് സർഫസിൽ തീറ്റ എത്രയായിട്ട് മാറി? 90 ഡിഗ്രി. അതുപോലെ ബോട്ടം നോക്കിയേ, ബോട്ടം എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് റേഡിയൽ ഔട്ട്വേർഡ്സ്. ഡയറക്ഷൻ ഇവിടെ ചെറിയൊരു എലമെൻ്ററി ഏരിയ എടുക്കുകയാണെങ്കിൽ, സർഫസ് എടുക്കുകയാണെങ്കിൽ, ആ എലമെൻ്ററി സർഫസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോർമൽ ടു ദ സർഫസ്, പുറത്തോട്ടായിരിക്കും. ഇവയ്ക്കിടയിൽ ആംഗിൾ എത്രയാണ്? ദിസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും തീറ്റയുടെ ആംഗിൾ എത്ര കിട്ടി? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫസ്, ഇതാണ് നമ്മുടെ കർവ്ഡ് സർഫസ്. ഇവിടെ ചെറിയൊരു എലമെൻ്ററി സർഫസ് എടുക്കുകയാണെങ്കിൽ ഡി എസ് എങ്ങോട്ടാണ്? പുറത്തോട്ട്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? പുറത്തോട്ട്. രണ്ടും ഒരേ ഡയറക്ഷൻ, രണ്ടും സെയിം ഡയറക്ഷൻ. നമ്മൾ തീറ്റ എത്ര കിട്ടും? തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ 3 കേസ് ഞാൻ പറഞ്ഞു. ടോപ്പ് സർഫസിൽ, ബോട്ടം സർഫസ് ആൻഡ് കർവ്ഡ് സർഫസ്. ഈ 3 സർഫസിലും അനുഭവപ്പെടുന്ന ടോട്ടൽ ഫ്ലക്സ് എഴുതണം. Total flux is equal to, okay, it's now infinitely long straight conductor equal to 1 by, okay, right, plane sheet ആണെങ്കിൽ sigma by 2 epsilon 0, okay, inside ആണെങ്കിൽ, okay, very good. Then ഈ ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും തീറ്റ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. കർവ്ഡ് സർഫസിലാണ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എഴുതാം. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡ്യൂ ടു ടോപ്പിലെ ഫ്ലക്സ് പ്ലസ് ഫ്ലക്സ് ഡ്യൂ ടു ബോട്ടത്തിലെ ഫ്ലക്സ് പ്ലസ് ഫ്ലക്സ് ഡ്യൂ ടു കർവ്ഡ് സർഫസ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എല്ലാം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു ഇതാണ് ഇക്വേഷൻ. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് ടോപ്പിലെ തീറ്റ എത്രയാണ്? കോസ് 90 പ്ലസ് രണ്ടാമത്തെ ബോട്ടം തീറ്റ എത്രയാണ്? അതും 90 ആണ്. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 90 പ്ലസ് ദെൻ കർവ്ഡ് സർഫസ് തീറ്റ എത്രയാണ്? 0 ആണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0. വാട്ട് ഈസ് കോസ് 90? കോസ് 90 0 അല്ലേ? കോസ് 90 0 ആകുമ്പോൾ ഈ ടേം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോകും, 0 ആയി പോകും. ഇവിടെയും കോസ് 90 ഈ ടേം എന്ത് ചെയ്യും? 0 ആയിട്ട് പോകും. ബാക്കിയുള്ളത് ഏതാണ്? ഇ ഡി എസ് കോസ് 0. കോസ് 0 ഈസ് 1. ദാറ്റ് ഈസ് ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ ഡി എസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ദെൻ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു Q by epsilon 0. Then ഇലക്ട്രിക് ഫീൽഡ്. ഈ കർവ്ഡ് സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇലക്ട്രിക് ഫീൽഡ് പുറത്തും എടുക്കാം. ദാറ്റ് ഈസ് ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു Q by epsilon 0. ക്ലിയർ? ഡി എസ്, ഇൻ്റഗ്രൽ ഓഫ് ഡി എസ്, ടോട്ടൽ സർഫസ് ഏരിയ. നമുക്ക് ഈ കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല 2π ഇൻറ്റു ആർ. ദെൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് എല്ലാണെങ്കിൽ നമുക്ക് എല്ലാക്കി എടുക്കാം. ഈ ഒരു ഹൈറ്റ്, ഈ ഒരു കർവ്ഡ് സർഫസിൻ്റെ ഹൈറ്റ് എല്ലാണെങ്കിൽ 2π ആർ എൽ എന്ന് എഴുതാം. 2π ആർ എൽ ഇസ് ഈക്വൽ ടു Q by epsilon 0. ഇവിടെ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇ ഇൻറ്റു 2π ആർ എൽ ഈക്വൽ ടു Q by epsilon 0. ദാറ്റ് ഈസ് ഇ ഈക്വൽ ഇൻറ്റു
2 pi r L is equal to Q. Q is replaced by linear charge density. എന്താണ് linear charge density? Linear charge density lambda is equal to Q by L. അല്ലേ, lambda equal to Q by L ആണ്. From this equation Q is equal to lambda L. ഈ Q ന് എന്ത് കൊടുക്കാം? ഈ lambda L റീപ്ലേസ് ചെയ്യാം. That is lambda L divided by epsilon 0. ഇവിടുത്തെ എല്ലും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് എഴുതാം? Therefore E is equal to 1 lambda divided by 2 pi epsilon 0 r. So this is equations of electric field due to infinitely long straight conductor. Okay ആണോ? ലാസ്റ്റ് ഇക്വേഷൻ ആണ് E is equal to lambda divided by 2 pi epsilon 0 r. This is electric field due to straight conductor. Clear ആണോ? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ വേഗം കമൻറ്റ് ചെയ്തേ. സ്ട്രേറ്റ് കണ്ടക്ടർ ഓക്കെ ആണോ? ഓക്കെ, 2 pi r L, റൈറ്റ്. ക്ലിയർ ആണോ? ഓക്കെ സ്നേഹ, അഞ്ജന ഓക്കെ, കുഞ്ഞ ഓക്കെ. Then next is electric field due to spherical shell. Electric field due to spherical shell, very very important. സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ, റൈറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 3 കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഒന്ന് ഈസ് ഇൻസൈഡ്, അല്ലേ, ഇൻസൈഡ് വളരെ എളുപ്പമാണ്. ഇൻസൈഡ് ഓഫ് ദി സ്പെറിക്കൽ ഷെൽ, ഇൻസൈഡ്. വാട്ട് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ഷെൽ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വാട്ട്? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആണെങ്കിൽ എന്താണ് ആൻസർ? Electric field is equal to what? Okay. Clear ആണോ? Electric field inside the shell ആണെങ്കിൽ എന്താണ് ആൻസർ? Equal to what? Equal to okay, clear. Equal to what? ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ആണെങ്കിൽ എന്താണ്? ഈക്വൽ ടു 0, റൈറ്റ്. 0 അല്ലേ? ഓക്കെ സ്നേഹ, ഈക്വൽ ടു 0. ദെൻ രണ്ടാമത്തെ കേസ് ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഷെല്ലാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഫൈ ഈക്വൽ ടു ഫ്ലക്സ് ഈസ് ഈക്വൽ എന്താണ് ഇക്വേഷൻ? ദാറ്റ് ഈസ് Q ഡിവൈഡ് ബൈ എപ്സിലോൺ 0. വെള്ളം മതി. ഓക്കെ, ഔട്ട്സൈഡ് ഷെല്ലാണെങ്കിൽ ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്? Q ബൈ എപ്സിലോൺ 0. ഇവിടെ ചെറിയൊരു ഔട്ട്സൈഡ് ഷെൽ എടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഗോഷ്യൻ സർഫസിലെ ഡിസ്റ്റൻസ് എത്രയാണ്? സ്മോൾ ലെറ്റർ r ആണ്. ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് എത്ര? r ആണ്. ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ദി സ്പിയർ ആണ്. റേഡിയസ് ഓഫ് ദി സ്പിയർ. ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ അകത്ത് നമ്മൾ ചാർജ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ചാർജസ് ഒക്കെ ഇവിടെ സ്പ്രെഡ് ഓവർ ദി സർഫസ്, അല്ലേ, യൂണിഫോംലി സ്പ്രെഡ് ഓവർ ദി സർഫസ് ഓഫ് ദിസ് ഷെല്ലിൻ്റെ പുറത്ത് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും. എന്ന് വെച്ചാൽ അകത്ത് എന്ത് കാണത്തില്ല? ചാർജ് ഇല്ല. ഈ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് 0 ആയത്? ഇലക്ട്രിക് ഫീൽഡ് 0, ഫസ്റ്റ് കേസ്, അല്ലേ. ഈ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്സൈഡ് പോയിന്റ് എടുക്കുകയാണ്, P എന്ന പോയിന്റ് എടുത്തു. ആ P എന്ന് പറഞ്ഞ പോയിന്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ഒരു ഗോഷ്യൻ സർഫസ് വരച്ചു. അതിൻ്റെ റേഡിയസ് ആണ് എന്ത് പറയുന്നത്? സ്മോൾ ലെറ്റർ r ബി ദി റേഡിയസ് ഓഫ് ദിസ് ഗോഷ്യൻ സർഫസ്. ഇനി ഇതിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിന്റിലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ ഇവിടെ ചെറിയ എലിമെൻ്ററി ഭാഗം എടുക്കുകയാണ്, DS. ഒരു സ്മോൾ പാർട്ട് എടുക്കുകയാണെങ്കിൽ DS എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? DS ഈസ് റേഡിയലി ഔട്ട്വേർഡ്സ്, പുറത്തോട്ടായിരിക്കും. DS ഈസ് ഔട്ട്വേർഡ്സ്. ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? പുറത്തോട്ടായിരിക്കും. വാട്ട് ഇസ് ആംഗിൾ? തീറ്റ ഈക്വൽ ടു
0. അപ്പോൾ ഡി എസും ഇയും ഇലക്ട്രിക് ഫീൽഡും സർഫസും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ തീറ്റ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ കോസ് 0 അല്ലേ, കോസ് 0 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. കോസ് 0യുടെ വില 1 സോ ഇ ഡി എസ് എന്ന് കിട്ടും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഈസ് കോൺസ്റ്റന്റ്, ടേക്ക് ഔട്ട് സൈഡ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യൂ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് അല്ലേ? ടോട്ടൽ സർഫസ് ഓഫ് ദി സ്പിയർ എന്താണ് വാല്യൂ? 4 പൈ ആർ സ്ക്വയർ, റൈറ്റ്? ദാറ്റ് ഈസ് ഇ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇതിൽ നിന്ന് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? therefore electric field E is equal to 1 by 4 pi epsilon 0 q by small r square. This is electric field outside the sphere. Okay, now outside the sphere E equal to 1 by 4 pi epsilon 0 q by r square. Second case. In the third case, മൂന്നാമത്തെ കേസ് എന്താണ്? Third case, that is on the surface. On the surface ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? What is on the surface? R equal to capital, small letter r equal to capital R. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടുത്തെ ആർ വരെ എന്ത് കൊടുത്താൽ മതി? ക്യാപിറ്റൽ ആർ റീപ്ലേസ് ചെയ്താൽ മതി. therefore ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q divided by capital R square. So this is electric field due to spherical shell on the surface of the spherical shell. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണ് മൂന്ന് കേസസ് ഏതൊക്കെയാണ്? മൂന്നാമത്തെ കേസ് ഇൻസൈഡ് ഷെൽ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഇ ഈക്വൽ ടു 0. ഇൻസൈഡ് ആണെങ്കിൽ ഇ ഈക്വൽ ടു 0. ദെൻ ഔട്ട്സൈഡ് ആണെങ്കിൽ 1 by 4 pi epsilon 0 q by r square. ദെൻ ഓൺ ദി സർഫസ് ആണെങ്കിൽ ഇ ഈക്വൽ ടു 1 by 4 pi epsilon 0 q by r square. ക്ലിയർ ആണോ ഇത്? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് റിവൈസ് ചെയ്തത്. ഫസ്റ്റ് ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. സോ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്തേ. ക്ലിയർ? ഓക്കെ സ്നേഹ, ക്ലിയർ. ഓക്കെ അഞ്ജന. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്.